ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ആകെ ടയേർഡായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പുറത്ത് പോയിട്ട് ആകെ ടയേർഡായി വന്നു. അപ്പോൾ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നോക്കിയപ്പോൾ ചോറൊന്നും വളരെ കുറവാണ് കേട്ടോ. എന്തായാലും രാത്രിയിൽ ചോറ് വെക്കണം. പിന്നെ കറിയാണെങ്കിലും വളരെ കുറച്ച് കറിയുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മളിപ്പോൾ ജോലിക്ക് പോയിട്ട് വരികയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴൊക്കെ വീട്ടിലൊന്നുമില്ല. ജോലിക്ക് പോയിട്ടാണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. വന്ന് കയറുമ്പോൾ കിച്ചണൊക്കെ ആണെങ്കിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോഴൊക്കെ നമുക്ക് തലവേദന ഒന്നുകൂടി കൂടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രീസറിൽ കുറച്ച് അയല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അയല എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തെങ്കിലും വെക്കാണ്ട് പറ്റില്ല, എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും അയല വെക്കാം. പിന്നെ ചോറപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ടിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ക്രിസ്മസിന് വാങ്ങിച്ച കുറച്ച് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഡിന്നറിനാകുമ്പോൾ അധികം വേണ്ടല്ലോ, വളരെ കുറച്ച് മതിയല്ലോ. ഞങ്ങൾക്ക് 4 പേർക്കുള്ളത്. അപ്പോൾ വളരെ കുറച്ച് റൈസ് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും അതെടുത്തിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ അയല കൊണ്ട് ഫിഷ് ബിരിയാണി എനിക്കൊന്നും ഞാൻ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളുടെ വീട്ടിൽ നമുക്ക് എന്താ അന്നേരം വെക്കാൻ തോന്നുന്നത് എന്നുള്ളത്, ഇനി അത് സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാര്യം ബിരിയാണി വെക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ദശ കട്ടിയുള്ള മീൻ വേണം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അയല ആയതുകൊണ്ട് എങ്ങനെയാണ് ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വെക്കാം. കാര്യം ചോറാക്കി കഴിഞ്ഞാൽ മീൻ കറി വേണം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറികളൊക്കെ ഉണ്ടാക്കണം. ഇതാവുമ്പോൾ ഒരൊറ്റ രീതിയിൽ പെട്ടെന്ന് പണിയായി. നമ്മൾ ഈ ടയേർഡായിട്ടൊക്കെ ഒരു എളുപ്പ പണിയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സവാള എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിൽ ലേശം ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ കുറച്ച് ഒരു സവാള എടുത്തുള്ളൂ കേട്ടോ. അരിയാണെങ്കിലും വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി. പിന്നെ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ക്യാഷ്നട്ട് നോക്കിയപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കിസ്മിസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ക്യാഷ്നട്ടൊക്കെ തീർന്നു. ക്യാഷ്നട്ടൊക്കെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ തന്നെ അത് വെറുതെ എടുത്താണെങ്കിലൊക്കെ പിള്ളേരൊക്കെ കയറി ഇറങ്ങിയൊക്കെ കഴിച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വീട്ടിലിരിക്കില്ല കേട്ടോ. പിന്നെ ഈ കിസ്മിസ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെയാണ്, അല്ലാണ്ട് വലിയ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബിരിയാണി ഒന്നല്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മളിപ്പോൾ ടയേർഡായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള എളുപ്പ പണികളാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് വിഭവങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വെക്കുന്ന അതെല്ലാം നല്ല ഇതായിട്ട് കഴിക്കുന്ന 2 കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ വെക്കുന്നതിലൊന്നും അങ്ങനെ പരാതിയൊന്നും പറയുന്നില്ല. അവരൊക്കെ അത് നല്ല രീതിയിൽ തന്നെ അത് കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇത് അയല വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മളതിൽ പുരട്ടിയത്. എന്നിട്ട് ഞാനതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി വലിയ പാത്രം എടുക്കായിരുന്നു എന്നൊക്കെ തോന്നിയിട്ട് അത് പിന്നെ അത് മാത്രമേ, അത് ഫ്രൈ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അയല. കാര്യം ആ പാത്രം കുറച്ച് അടിയിൽ കുറച്ചൊന്ന് പിടിക്കുന്ന പാത്രമായിരുന്നു. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം എന്നൊക്കെ ഞാൻ പിന്നീട് ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് വേണ്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പൊടിഞ്ഞു പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൽ മുള്ളുണ്ടാവും കേട്ടോ. മുള്ളുള്ള എൻ്റെ ഇടയിലൊക്കെ കുറച്ച് വലിയ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് ഒന്ന് പൊടിഞ്ഞു പോയപ്പോഴത്തേനും പിന്നെ ഞാൻ വിളമ്പുന്ന നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുള്ളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ അതൊന്ന് നോക്കിയൊക്കെ അത് മാറ്റിയൊക്കെ ഇട്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ശ്യാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുള്ള് നോക്കി കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത മീൻ കറിയും വെച്ചു കേട്ടോ. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി, തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ഫിഷ് മസാല ഇതെല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി അതൊന്ന് ഗ്രേവി ഒന്ന് നല്ലോണം വറ്റിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണോ ഫിഷ് ബിരിയാണി വെക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ അങ്ങ് വെച്ച് നോക്കിയാണ്. എന്നിട്ട് അയലയും അതിലോട്ട്, അയലയാണെങ്കിലും ആ ഒരു ചട്ടിയുടെ കുഴപ്പം കൊണ്ടിട്ടാണ് കേട്ടോ അതൊന്ന് ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയത്. അല്ലെങ്കിൽ അയല പൊടിയാണ്ട് തന്നെ എനിക്ക് കിട്ടിയേനെ. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളിത് കഴിച്ചപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫിഷ് ബിരിയാണി. എനിക്ക് തോന്നുന്നു നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കണമെങ്കിലും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ റൈസ് ഞാൻ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് വറ്റിച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്ന റൈസ് ഇട്ടിട്ട്. എന്നിട്ട് അത് ആ കറിയുടെ മുകളിലോട്ട് ഒന്ന് ദം ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കിസ്മിസൊക്കെ അതിൻ്റെ മീതയിലേക്കൊക്കെ ഇട്ടു.
അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടോ. ഇപ്പോൾ മീൻ കറിയും വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചോറ് തന്നെ വേണമെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിന്നർ കഴിക്കാൻ ലേറ്റ് ആവും, നമ്മൾ കിടന്നുറങ്ങാൻ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ നമുക്കാണെങ്കിൽ 4 മണി വെളുപ്പിനൊക്കെ എണീക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എളുപ്പത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചീത്തയായിട്ടുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകാനായിട്ടൊക്കെ എടുത്ത് സിങ്കിലോട്ട് എടുത്തിട്ടു കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അടുക്കള ക്ലീനിങ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡൊക്കെ എടുക്കുമ്പോൾ അവിടെയൊക്കെ വീഴും. പിന്നെ പിള്ളേരാണെങ്കിലും കഴിച്ച് അവിടെയൊക്കെ എങ്ങനെയാണെങ്കിലും അടുക്കളയൊക്കെ ഒന്ന് ചീത്തയാവും. അപ്പോൾ ഞാൻ ഓർത്തു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ചെയ്യാം, അതാകുമ്പോഴത്തേനും പിന്നെ ക്ലീൻ ചെയ്തൊന്ന് ഫ്രഷായി കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എന്തായാലും പുറത്തു പോയി വന്നെങ്കിലും നല്ലൊരു അടിപൊളി ഫുഡൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഡിന്നർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഡിന്നർ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സി യു. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.